പ്രൈസ് ദി ലോർഡ്. പ്രദേശ് ക്രിസ്ത്യൻ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവമക്കളുമായി ഷെയർ ചെയ്യേണ്ട ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത, ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ എന്നെ കൊണ്ട് ഇത് മറികടക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്, ഇത് ഞാൻ തന്നെ നിന്ന് എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു പ്രയാസത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഭാരപ്പെട്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ നമ്മുടെ ആശ്രയമായിരിക്കുന്ന ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ മാനിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ഒരു ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കർത്താവ് വിടുവിച്ച് മാനിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമുക്ക് ജീവിതത്തിൽ പറ്റുന്നൊരു അബദ്ധം എന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു പവറും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ. പലപ്പോഴും നമ്മൾ ദൈവത്തെ കുറച്ച് കാണുകയും പ്രതിസന്ധിയെ വലുതായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് പല പല പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ തകർന്നു പോകാൻ ഇടയാകുന്നത്. ഈ ദിവസങ്ങളിൽ അതിനൊരു വ്യത്യാസം വരണം. അതിന് ഏറ്റവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാനിയേലിനെ തന്നെ എടുക്കാം അല്ലേ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു. എന്താ? രാജാവിന്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിക്കാൻ തക്കണിടയായി. എന്താ കൽപ്പന? ദൈവത്തോട് പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത് എന്നൊരു കൽപ്പന രാജാവ് ഇറക്കി. പക്ഷെ ദാനിയേൽ അതനുസരിച്ചില്ല. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? സിംഹക്കുഴിയിൽ വീഴേണ്ടി വന്നല്ലേ. പക്ഷെ ദാനിയേൽ അവിടെ ഭയപ്പെട്ടോ, പ്രയാസപ്പെട്ടോ, കരഞ്ഞോ, നിലവിളിച്ചോ? ഒന്നും ചെയ്തില്ല. ധൈര്യത്തോടെ അത് ഫേസ് ചെയ്യാൻ തക്കവണ്ണം ഇടയായി. അതിന്റെ കാരണം എന്നാ? ദാനിയേലിന് അറിയാമായിരുന്നു, ആ സിംഹത്തെ പോലും സൃഷ്ടിച്ചത് എൻ്റെ ദൈവമാ, അദ്ദേഹത്താൽ അസാധ്യമായി ഒന്നുമില്ല എന്നൊരു വിശ്വാസം ദാനിയേലിനെ ആ പ്രതിസന്ധിയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ തക്കണം ഇടയായി. ആ സിംഹക്കുഴിയിൽ വീണു അല്ലെ, വീണില്ല എന്ന് പറയാൻ പറ്റത്തില്ല, വീണു. പക്ഷെ ഒരു രാത്രി ആ സിംഹത്തിന്റെ കൂടെ കഴിഞ്ഞെങ്കിലും സുഖമായി ഉറങ്ങി അല്ലെ, വളരെയധികം സന്തോഷത്തോടെ സിംഹത്തിന്റെ കൂട്ടിൽ നിന്ന് വെളിയിൽ വരുവാൻ തക്കണം ഇടയായി. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ വലുതായി കാണാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തെ, ആ ദൈവത്തിന്റെ മഹത്വം വലുതായി കണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എത്ര വലിയ പ്രതിസന്ധി ആയാലും പ്രശ്നങ്ങളായാലും അതിൽ നിന്ന് അഴകായിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മൾ വെളിയിൽ വരുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കും, മാനിക്കും. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ വിടുവിച്ച് അനേകരുടെ മുന്നിൽ സാക്ഷിയായി നിർത്തുക തന്നെ ചെയ്യും. ഒന്നു മാത്രം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ പിതാവ് നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കും. ഈ ഷോർട്ട് എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.